ഹായ് കൂട്ടുകാരെ, എല്ലാവരോടും ഓണം നബിദിനം ആശംസകൾ. ഞാൻ ഇന്ന് പുതിയ ഡ്രസ്സായിട്ട് കേട്ടോ, ഓണത്തിനും നബിദിനത്തിനും കൂടെ വാങ്ങിയ ഡ്രസ്സ് ഇന്ന് ഇവിടുന്ന് അടിച്ചതാ, തയ്ച്ചെടുത്തതാ ഞാൻ ഇവിടെ നിന്ന്. അപ്പം ആരാണ് ഇത് തയ്ച്ചതെന്നും എങ്ങനെ തയ്ച്ചതെന്നും ഒക്കെ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകുമ്പോൾ ഞാൻ എന്നും പറയും പോലെ തന്നെയാണ് ഇന്നും പറയുന്നത്, ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കണം കേട്ടോ. ഒരുപാട് ആൾക്കാർ അങ്ങനെ ലൈക്ക് ചെയ്തേ കാണാറുള്ളൂ എന്നൊക്കെ എന്നോട് എപ്പം പറയും. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയും പൂക്കളും വിളവെടുപ്പും ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഓണാണല്ലോ, ഓണം നബിദിനം ഒക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഓണത്തിന് എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ റെഡിമെയ്ഡ് എടുത്താൽ എനിക്ക് ഭയങ്കര പ്രയാസം ഇടുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനായി കിട്ടൂല. എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പൊട്ടിക്കണം, എന്നാലേ എനിക്ക് ഇങ്ങനെ മടക്കാനാവുള്ളൂ. അപ്പോൾ ആ സൗകര്യം ഇറക്കത്തിൻ്റെ ഇത്. അപ്പോൾ എനിക്ക് എടുത്ത് തന്ന 2 ചുരിദാർ കേട്ടോ. ഇതിനൊന്നും വിലയില്ല, വില കുറവുള്ള. എന്തിനാ നമുക്ക് വില പിടിച്ച മൂല കിടക്കുന്ന നമുക്ക് ഇടയ്ക്കിന് പോകുന്നുണ്ടോ കൃഷി ചെയ്യുന്ന എനിക്ക്? അതുകൊണ്ട് എനിക്ക് സാധാ മതി എന്ന് പറഞ്ഞിതാ ഞാൻ 2 തുണി എടുത്തിട്ടുണ്ട്. പേര് പറയുകയാണെങ്കിൽ ഇത് നൈറ്റി തുണിയാണ്, പക്ഷെ നല്ല രസം, ചുരിദാറിന് പറ്റിയത്. വീണ്ടും ഇതിന് ഗുണങ്ങളുണ്ട്. എന്താ അറിയോ, എനിക്ക് ലൈനിങ് ഇട്ടണമെങ്കിൽ പണിയെടുക്കാൻ ഭയങ്കര പാടാണ്, എന്തോ ഒരു പ്രയാസമാണ് ലൈനിങ് ഒക്കെ ഉള്ള ചുരിദാർ ഇട്ടാൽ. ഇതിന് ലൈനിങ് വേണ്ട, അങ്ങനെയൊരു ഗുണമുണ്ട്. ലൈനിങ് അല്ലെങ്കിൽ പെട്ടെന്ന് അടിച്ച് തീരും ചുരിദാറൊക്കെ. അപ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എനിക്ക് ചുരിദാർ അടിച്ചു തരുന്ന ആളാരാന്നറിയോ? നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആൾക്ക് നന്നായിട്ട് പാൻറ്റും ഷർട്ടും ചുരിദാറും ഒക്കെ അടിക്കാൻ അറിയാം. പക്ഷെ തിരക്ക് കാരണം, പോസ്റ്റ് ഓഫീസ് തിരക്ക് കാരണം ഈ ഭാഗേ നോക്കാറില്ല. എൻ്റെത് മാത്രം കുറ്റല്ലല്ലോ, എൻ്റെത് മാത്രം അടിച്ചാൽ എങ്ങനെ ഇട്ടാലോ. അപ്പോൾ എൻ്റെത് മാത്രമേ അടിച്ചു തരുള്ളൂ. അപ്പോൾ ഞാൻ ചുരിദാർ അടിക്കാൻ പോകും. ഏതാപ്പം രസം, ഇതാണോ നിങ്ങൾക്ക് ഏതാ രസം പറയാൻ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പഠിക്കുന്ന ഇതിനെന്താ ഷാള് പാൻറ്റ്. ഇതിനും 2നും ഒരു പാൻറ്റ് മതിയെന്ന് കടലിൽ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ലാഭമായല്ലോ. അതിൻ്റെ തന്നെ മൊത്തം ലാഭം നോക്കുന്ന ആളതാ. ഇതിന് ഈ പാൻറ്റും ഇതിനും ഇത് കളറുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ തുടങ്ങാം കേട്ടോ, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ആളെ കണ്ടല്ലോ, ആളെ പരിചയമൊക്കെ ഉണ്ടാവും. ഇന്നലത്തെ വീഡിയോയിൽ എന്നോട് ഒരാൾ പറഞ്ഞ്, നിങ്ങളെ വീഡിയോ ഫുള്ള് കണ്ടിട്ടു നിങ്ങളെ ഭർത്താവിനെ കാണിച്ചില്ലല്ലോ. നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ആളുള്ളത്. അളവ് നൈറ്റിൻ്റെ നല്ല ഭാഗം എടുക്കുക, പിന്നെ നമ്മൾ ഏതാണ് അടിക്കുന്ന തുണി അതിൻ്റെ മറുഭാഗം, അങ്ങനെ 4ആയി മടക്കി അളവ് ചുരിദാർ അളവ് ഡ്രസ്സ് അതിനെ നല്ല ഭാഗം കേട്ടോ ശരിക്കും ഇങ്ങനെ നീളത്തിൽ വെക്കുക. എൻ്റെ അടുത്ത് മെഷീനും എല്ലാം അടിക്കുന്ന എല്ലാം ഉണ്ട്, അതുകൊണ്ട് സുഖമാണ്. ഒരു ചുരിദാർ അടിക്കാൻ എത്ര പൈസ കൊടുക്കണം? എങ്ങനെ അളക്കുന്നത് അവിടെയാണ് കുറച്ച് ഒരു ഷേപ്പിങ് വരേണ്ടത്. ബാക്കിയൊക്കെ ഒരു പൊട്ടിച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് വരക്കുക ചോക്കിനോണ്ട്. ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഈ കട്ടിങ് നന്നായോ ചുരിദാർ നന്നായി. അങ്ങനെയാ ഏത് ഡ്രസ്സും, ആ കട്ടിങ്ങിൽ അതിൻ്റെ മെയിൻ പണി. ഇങ്ങനെ അങ്ങോട്ട് റൗണ്ടിലില്ലേ, ഇത് കയ്യിൻ്റെ 4ആക്കി മടക്കിയതാട്ടോ. ഇങ്ങനെ വെട്ടി ഇനി വെട്ടിയിട്ട് നിവർത്തുന്നതാ. കഴുത്ത് ലൂസായി പോവുക ശ്രദ്ധിക്കണം. താഴ്ഭാഗം 5 2 5 എടുക്കുന്നത്. കഴുത്ത് വെട്ടുന്നു, കഴുത്താല്ലേ. ഒരു പീസ് ചുരിദാറിൻ്റെ എടുത്ത് നോക്കുമ്പോൾ ഒന്നും കളയാനില്ല കേട്ടോ. കൈ ഈ കൈയിൻ്റെ ഇതും കൂടി കട്ട് ചെയ്താൽ പിന്നെ ഒന്നുമില്ല ബാക്കി.
ഇപ്പം ഫുൾ കൈ വേണ്ടവർക്ക് എന്താക്കൂലേ, ഒരു ചോക്ക് എപ്പം കൂടെ വേണം. അങ്ങനെ കൈ നോക്കട്ടെ, കൈ ഇവിടെ ഒരു കൈയിൻ്റെ ഷേപ്പ് വന്നൂല്ലേ. ഇങ്ങനെയാണ് കൈയിൻ്റെ. ഇപ്പൊ 2 കയ്യുമായി. ഇത് മുന്നിലെ കൈയിൻ്റെ മുൻഭാഗം അവിടെ ഒന്ന് കുഴിച്ച് വെട്ടണം. ചെറിയ പീസ് എടുക്കുക, കഴുത്തിന് വെച്ച് കഴുത്തിങ്ങ് മറിച്ചിടാൻ. അതിന് വേണ്ടി തുടങ്ങുക, എണ്ണ ഒഴിക്കുന്ന ബോബിന് കറുപ്പ് നൂല് ചുറ്റുക. അടി തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഒരു ട്രയൽ മെഷീൻ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കാൻ ചെറിയ പീസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അടിക്കാൻ തുടങ്ങിയതാ. മുൻഭാഗത്തെ പീസ് എടുക്കണേ, കഴുത്ത് അന്നേരം ആ പീസ് നല്ല ഭാഗം വെക്കണോ, എന്നിട്ട് ഒരു പീസ് വെച്ച് അടിച്ചങ്ങ് മറിച്ചിടുക. ഇന്ന് കട്ട് ചെയ്ത് മറിച്ചിടാനേ, ലൈനിങ് വെച്ചാണെങ്കിൽ അവൻ ലൈനിങ് ഇങ്ങനെ അടിച്ചിട്ടങ്ങ് മറിച്ചിട്ടാൽ മതി. ഇങ്ങനെ ഓരോരോ കട്ടിങ്. കഴുത്ത് നന്നായാലാണ് ചുരിദാർ നന്നാവുക. ഇനിങ്ങ് മറിച്ചിട്ടിങ്ങ് അടിക്കുക. പീസ് ഉള്ളിലേക്ക് മറിച്ചിട്ട് ഇനി അടിക്കുക. കഴുത്തുമ്മൽ കുറച്ചൊരു ശ്രദ്ധ വേണം, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. കഴുത്തുതാ ഇതെന്താ അറിയാം, മുൻഭാഗത്ത് എൻ്റെ കുറച്ചൊരു ഓപ്പൺ ആക്കും ഞാൻ. ആ ഭാഗത്ത് ഒരു പീസ് കൊടുത്ത് മറിച്ചിടാൻ, എന്നാലൊരു ഉറപ്പട നിൽക്കും, നൂല് വലിയൂര. അങ്ങനെയുള്ള ബാക്കിലെ പീസിൻ്റെ കഴുത്ത്, ബാക്കിലെ കഴുത്ത് തന്നെ. അതിനധികം കുഴിച്ച് വെട്ടണ്ടല്ലോ, കുറച്ച് മതിയല്ലോ. ഈ രണ്ടും കൂടെ അങ്ങ് യോജിപ്പിക്കുക. ബാക്കിലെ കഴുത്ത് അടിക്കുന്ന കഴുത്ത് കൂടി പോകാനും പറ്റൂല, എന്നാലും കുറയാനും പറ്റൂല. കുറഞ്ഞിട്ട് ഇറങ്ങൂല തലേന്ന് അങ്ങോട്ട് താഴെ. ഇനി കഴുത്ത് യോജിപ്പിക്കുക. നല്ല ഭാഗമാണ് രണ്ടിൻ്റെ. ഇനി കൈ യോജിപ്പിക്കുക. എന്താ മുൻഭാഗം കട്ട് ചെയ്ത് മുൻഭാഗത്തേക്ക് വരുന്ന രീതിയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ പഠിച്ചിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്, പിന്നെ ചെയ്യലില്ല. ഇതെൻ്റെ കയ്യിൻ്റെ പീസ്. കയ്യിൻ്റെ പീസിൻ്റെ താഴ്ഭാഗം എങ്ങനെയാണെന്നറിയോ, എനിക്ക് ഒരു കട്ട് ചെയ്യണം അവിടെ നീളത്തിൽ. മടങ്ങൂല എൻ്റെ കൈ പണിയെടുക്കുമ്പോൾ ഒക്കെ. അപ്പം അതിന് വേണ്ടി നമ്മൾ അടിക്കുമ്പോൾ ആ സൗകര്യത്തിൽ നമുക്ക് അടിക്കാം. ഇതിങ്ങനെ അങ്ങോട്ട് അടുത്ത കൈ ഫിറ്റാക്കുന്നു. സംഭവം കഴിയാനായി. ഇനി ഒറ്റ ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് പണിയെടുക്കാം. ഇപ്പോൾ കഴുത്തും അടിച്ചു, കയ്യും അടിച്ചു. അത് ഞാൻ ഒത്തു നോക്കുക അളവ് നൈറ്റുമായിട്ട്. കാരണം രണ്ടാമതൊന്ന് അളവ് ചുരിദാറുമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു പണി എടുക്കണ്ടല്ലോ. ഇനിയൊരു യോജിപ്പിക്കലാ. എന്താ കണ്ടോ, ഇവിടെ ഈ ഭാഗമൊക്കെ ഒഴിവാക്കണമല്ലോ, കുറച്ച് ഭാഗം ഒക്കെ ഒഴിവാക്കിയിട്ടാണ് യോജിപ്പിച്ച്. കറണ്ടിൻ്റെ മോട്ടറായത് കൊണ്ട് നമുക്ക് അധ്വാനം അത്ര അങ്ങോട്ടില്ല. ഞാൻ പറയുന്നത് എല്ലാവരും ഇതൊക്കെ ഒന്ന് പഠിക്കണം. നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഒരു ചുരിദാർ അടിക്കാൻ എത്ര പൈസ കൊടുക്കണോ? രണ്ടടുപ്പ് അടിച്ചതാണ് പൊട്ടി പോകാതിരിക്കാൻ. അങ്ങനെ അടിച്ച് ഇത് അവസാനം ലാസ്റ്റ് ഭാഗം താഴെ വക്കടിക്കുന്ന ഇത്ര പണി. ടോപ്പടിച്ചു, അളവെടുക്കുക.
പാൻറ് ഈസി ആയിട്ട് കുറച്ചൊരു ഇതുണ്ട്. പാൻറ്റിൻ്റെ വീതിയാണ് അവിടെ അല്ലേ, അരൻ്റെ അവിടെ ഉള്ള. പിന്നെ കാലിൻ്റെ ലൂസാക്കണം, എന്നാൽ നമുക്ക് നല്ല സുഖം ഇടാൻ. ഇതാ കട്ട് ചെയ്ത് അരൻ്റെ പീസ്. ഇപ്പം നമ്മൾ ഇനി കാല് ഇതാ കാൽഭാഗം കട്ട് ചെയ്യുന്നു. ഇങ്ങനെ വരച്ചാൽ പിന്നെ തെറ്റൂര. നിവർത്തിയാൽ 2 കാലുമായി അരിയായി. ഇത് അരൻ്റെ ഭാഗങ്ങളിൽ കട്ട് ചെയ്യുന്നു. കാലുമായി ഇതെന്തിനാണെന്നറിയോ? പാൻറ്റിന് കയറണ. ഇങ്ങനെ പാൻറ്റും തുടങ്ങി അടിയിലൊരു പീസ് വെക്കുന്ന കാലിൻ്റെ അടിയിൽ ചുളുങ്ങാണ്ടിരിക്കാൻ. അടിയിൽ ഇങ്ങനെ ഒരു പീസ് വെച്ച് ഇങ്ങനെ അടിച്ചാൽ പാൻറ്റിൻ്റെ അടിഭാഗം ചുളുങ്ങാണ്ടിരിക്കാൻ 2 അടി അടിക്കുക. കാല് 2 അടിഭാഗം അടിച്ച് ഇനി മറ്റേ അര അടിക്കട്ടതാ. 2 അടിച്ച് കഴിഞ്ഞു, 2 കാലിൻ്റെ. ഇനി അരവണ്ണ 50 ഇഞ്ച്. അതിന് കുറേ ചുരുക്കിട്ടാണ് അടിക്കുന്നത്. മോഡൽ പിന്നെ പാൻറ്റൊന്നുമല്ല, സാധാ. എനിക്ക് കുറേ ചുരുക്ക് വേണം, എന്നാൽ എനിക്ക് പണിയെടുക്കുമ്പോഴൊക്കെ നടക്കുമ്പോഴൊക്കെ ഒരു സുഖം കിട്ടുള്ളൂ. ഇതെന്താ അറിയാം, നമുക്ക് അരവണ്ണത്തിൻ്റെ സൈഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ കയറ് കെട്ടാനില്ലേ, അതായത്. എൻ്റെ പാൻറ്റിന് പിന്നെ അലാസ്റ്റിക് ഒന്നുമല്ല, അത് കയറിടലാണല്ലോ. അപ്പോൾ അത് കയറിടാൻ വേണ്ടിയിട്ടുള്ള അതാ എടുക്കുന്നത്. ഇതിന് യോജിപ്പിക്കുക. നീളത്തിലിരുന്നല്ലോ നേരത്തെ അടിച്ച്, റൗണ്ടിലാക്കുക. ഇത് ചുരുക്കിടാൻ വേണ്ടി അടയാളപ്പെടുത്തുക. 52 ഇഞ്ചാണ് മൊത്തം. അപ്പം അതിനനുസരിച്ചുള്ള ഒരേപോലെ അടയാളപ്പെടുത്തിയാൽ ചുരുക്കിടാലോ. ഇതാ ഇനി കാല് യോജിപ്പിക്കുക. എനിക്ക് വേണ്ടി അടിക്കുന്നതായത് കൊണ്ട് ഞാൻ ലൂസ് ഉണ്ടാക്കി, എന്നാലേ നമുക്ക് സൗകര്യം ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത കാല് അങ്ങനെ ഓരോ 2 കാലും അടിക്കുക. ഇനി അടുത്തത് 2 കാലും കൂടെ യോജിപ്പിക്കുക. 2 കാല് പുറമെ അങ്ങനെ ശ്രദ്ധിക്കണം. പാൻറ് അടിക്കാൻ എളുപ്പാട്ടോ, പെട്ടെന്നാകുന്നുണ്ട്. ഇത് ഒരടി അടിച്ചാൽ പോരെ, 2 അടി അടിക്കണം, അല്ലെങ്കിൽ അവിടെ പൊട്ടും. അപ്പം അതാ വലിയ നീളത്തിലോ വീതിയുള്ളൊരു പാൻറ്റായി ഇത്. ഇനി ചുരുക്കി ഇട്ടിട്ട് അരവണ്ണത്തുമ്പിലേക്ക് ചുരുക്കി യോജിപ്പിച്ചാൽ ഇതങ്ങ് ചുരുങ്ങും. ഇനിയാണ് യോജിപ്പിക്കുന്നത് അരയും കാലുമായിട്ട്. ഒന്നും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് ചുരുക്കി കൊടുക്കുക. ചുരുക്കി കൊടുക്കാൻ തുടങ്ങി. അതാണ് ചുരുക്കി കൊടുക്കൽ. നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പാൻറ് ഇവിടെ റെഡിയായി കഴിഞ്ഞുതാ. ഇത്ര പെട്ടെന്നാണ് പാൻറ് കഴിഞ്ഞത്. ഇനി കയറിട്ടാലേ അത് ചുരുങ്ങുള്ളൂ. കയറിട്ടാൽ പിന്നെ ചുരുക്കി കൊണ്ടുവരാലോ. ഇതാ സൂപ്പറായി. അരവണ്ണം കണ്ട് ഞെട്ടണ്ട, അതൊക്കെ അങ്ങ് ചുരുങ്ങും. ഇനിയാണ് കയറ്. എലാസ്റ്റിക് മതി, പക്ഷെ എനിക്ക് കയറാണ് ഇഷ്ടം. ഇനി നൂല് നമ്മളെ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇടുന്ന ഒരു സൂത്രം ഉണ്ട് കേട്ടോ. ഒരു സ്പീഡാക്കും. അത് എനിക്ക് കഴിയില്ല, അതാ നിങ്ങളെ കാണിച്ചിരുന്നത്. ഇതിങ്ങനെ പോയിട്ട് എന്താ പെട്ടെന്ന് വലിച്ചെടുക്കുന്നതാണ്.
ഇതാ വലിച്ചിങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഒരു വലിക്കലുണ്ട്. ആ വലിക്കൽ ഞങ്ങളെ കാണിക്കുന്നു. നൂല് കയറിട്ട് കഴിഞ്ഞു. നമുക്കൊക്കെ ഈ പാൻറ്റിൻ്റെ കയറ് ഊരിപ്പോകുന്നൊരു പ്രശ്നം ഉണ്ടായില്ലേ? വാഷിംഗ് മെഷീനിൽ ഇട്ടാലും ഒക്കെ കയറങ്ങ് ഊരിപ്പോകും, ഒരു ഭാഗം പുറത്തേക്ക് ഒരു ഭാഗം ഉള്ളിൽ. ആ ഒരു പ്രശ്ന പരിഹാരം നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതിൻ്റെ നടുഭാഗം എടുത്തിട്ട് ഇതാ കുറഞ്ഞ അടിയങ്ങ് അടിച്ചാൽ മതി. ബാക്കിൽ കുറച്ച് ഭാഗം അടിച്ചാൽ ഇനി കയറ് ഊരുന്ന പ്രശ്നേ ഇല്ല. അങ്ങനെ ഡ്രസ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പാൻ്റ് അടിച്ചു, ടോപ്പ് അടിച്ചു. ഇതാ ഷാള് പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഓണക്കോടിയായിട്ടും ഇടാം, നബിദിനും രണ്ടിനും കൂടിയുള്ള ഡ്രസ്സ്. ഒരു ചുരിദാർ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കൂലി നമുക്ക്. ഇത് ഞാനിപ്പോൾ അടിച്ച് ഇങ്ങനെ ഞാനെല്ലാം അടിച്ച് ഞാൻ ഞാനാ സംസാരം എൻ്റെതാ. അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് അടിച്ചാൽ മതി. മെഷീന് വാങ്ങിയിട്ട് ഒന്ന് നമ്മൾ അടിച്ച് നോക്കുക. അങ്ങനെ മെല്ലെ 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 നന്നായിട്ട് നമുക്ക് നമ്മളെ മക്കൾക്ക് അടിച്ചു കൊടുക്കുക, കീറിയത് അടിക്കുക, അങ്ങനെ പലതും ഉണ്ടല്ലോ. ഒരു വീട്ടിലൊരു മെഷീനും വേണം. എന്താ ഇനി ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട്? പണിയെടുക്കുമ്പോണ്ടല്ലോ ഒന്നും അറിയില്ല. അടുക്കള പണിയെടുത്താലും ഒന്നും കറിയാനും നനയൊന്നും അറിയില്ല. എനിക്ക് കാര്യമായിട്ട് കൃഷിപ്പണിക്ക ഞാനിപ്പോൾ നല്ല വില പിടിച്ച ഡ്രസ്സൊന്നും എടുക്കുകയല്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ട് എനിക്ക്. പിന്നെ എന്തിനാ അത്? ഇങ്ങനത്തെ മതി എനിക്ക്. വീട്ടിലിരുന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. ഞാൻ ഇടട്ടോ ഇട്ട് കാണിച്ചു തരാം. ഇതാ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇതാ കൊണ്ടുവന്ന് അടിച്ചു ഇട്ടു. ഇത് നമ്മൾ തന്നെ അടിക്കുമ്പോഴുള്ള ഗുണം എന്താ അറിയോ? എനിക്ക് എൻ്റെ കൈക്ക് ഇങ്ങനെ ഒരു പൊട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കിയാലേ എനിക്ക് ഇങ്ങനെ പിടിക്കാനാവുള്ളൂ. പിന്നെ എനിക്ക് ഇറക്കം കുറേ വേണം. പിന്നെ ഇറക്കത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ട് നമ്മളിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നും സാധിക്കില്ലല്ലോ. നമ്മൾ ഇഷ്ടത്തിന് എങ്ങനെ ചെയ്യുക. പിന്നെ കുറച്ച് കട്ടിയുള്ളതാകുമ്പോൾ ലൈനിങ് വേണ്ട. അപ്പോൾ എങ്ങനെയുണ്ട്? അടിച്ച അഭിപ്രായം പറയണേ. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കി ഇത് നോക്കിയിട്ട് ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ വാങ്ങി അടിച്ചിട്ട് കാണിച്ചു തന്നു. അപ്പോൾ നാളെ ഇതിടണം എനിക്ക്. അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.